മഹാകള്ളൻ കള്ളനെ തിരയുന്നു. ഒരു ദിവസം നാട്ടുകാരെല്ലാം പള്ളിപ്പറമ്പിലെ വയൽ കേൾക്കാൻ പോയ സമയം. മഹല്ലിലെ പള്ളിയിൽ വയൽ നടക്കുമ്പോൾ വീട് പൂട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് വയലിന് പോയി. ചെറിയ മകൻ ഇത്തിരി കുരുത്തക്കേടാണ്. നിരവധി അതിക്രമങ്ങളിലും സാമ്പത്തിക ക്രമക്കേടിലും സ്കൂൾ നിയമനത്തിലും പ്രതിയാണ് അദ്ദേഹം. കള്ളനാണ്. ഇടയ്ക്കിടെ വിദേശത്തേക്ക് മുങ്ങി തടി കാക്കുന്ന വ്യക്തി. അങ്ങനെ പ്രാർത്ഥന നടക്കുന്നതിനിടെ ഇവൻ കടല വാങ്ങാനെന്ന വ്യാജേന മൈതാനത്ത് നിന്നും പുറത്തേക്ക് പോയി. നേരെ പോയത് വീട്ടിലേക്കാണ്. ഓടിട്ട വീടായിരുന്നു. ഇവൻ ഓട് പൊളിച്ച് അകത്ത് കടന്നു. ആരും ഇല്ല. തക്കം നോക്കി അവൻ ഉമ്മാന്റെ പണസഞ്ചി തപ്പി. പല സ്ഥലത്തും തപ്പി. അവസാനം കിട്ടി. ഹാവു, നിരവധി നാണയങ്ങൾ. എന്ത് നല്ല മാതാവ്! ഉമ്മ ആടിനെ വിറ്റ പൈസ സഞ്ചിയിൽ വെച്ചിരുന്നു. ചെക്കനതെടുത്തു. തൊട്ടടുത്ത് കൈത്താങ്ങിന്റെ മറ്റൊരു കൊടുക്ക. അതിൽ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ചില്ലി കാശുകൾ. പള്ളിയിലെ ഉസ്താദ് എല്ലാവർക്കും ചോദിക്കുമ്പോൾ കൊടുക്കും. ഒന്നും നോക്കിയില്ല, രണ്ടു എടുത്തു. അപ്പോഴേക്ക് വയൽ കഴിഞ്ഞു വരുന്ന ആളുകളുടെ ശബ്ദം കേട്ടു. വീടുകളിൽ കള്ളന്മാരുടെ ശല്യമുണ്ട്. ഇവൻ ഓട് പൊളിച്ച അതേ സ്ഥലത്തിലൂടെ ആൾക്കൂട്ടത്തിലേക്കൊരു ചാട്ടവും. കള്ളൻ കള്ളൻ, ഓടിക്കോളൂ, പിടിച്ചോളൂ എന്നൊരു വിളിച്ച് കൂവലും. വയൽ കഴിഞ്ഞു വരുന്നവർ എല്ലാവരും കള്ളനെ തിരഞ്ഞോടി. യഥാർത്ഥ കള്ളനും ഓടി. ആർട്ടിഫിഷ്യൽ കഥയിൽ ഒറിജിനൽ കള്ളൻ ഇരിപ്പുണ്ട്. കെ കൊണ്ട് തുടങ്ങുന്ന സ്ഥലപ്പേരുള്ള കുണ്ടിൽ.